ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന ഒരു ടേസ്റ്റി അവിയൽ ആണ്. അവിയൽ കഴിക്കുന്നത് കൊണ്ട് ശരീരത്തിന് എല്ലാ പച്ചക്കറിയുടെയും ഗുണങ്ങൾ ലഭിക്കുന്നു. ശരീരത്തിൽ ചുളിവുകൾ വരുന്നത് തടയുന്നു. ഇതിൽ ചേരുന്ന ക്യാരറ്റ്, ഇതിൽ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, കാൽസ്യം, ഇരുമ്പ്, ബീറ്റാ കരോട്ടിൻ നാരുകൾ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ചേനയിൽ ഗ്ലൂക്കോമനൻ അടങ്ങിയിട്ടുണ്ട്. ഇത് തടി കുറയ്ക്കുന്നതിനും മലബന്ധം തടയുകയും ചെയ്യും. BP കുറയ്ക്കാൻ വളരെ നല്ലതാണ് ചേന. ഇനിയുമുണ്ട് കുറേ ഗുണങ്ങൾ. ഇനിയും മുരിങ്ങയ്ക്ക ലൈംഗിക ഉത്തേജനത്തിനുള്ള വളരെ നല്ല മരുന്നാണ്. ഇതും ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ വളരെ നല്ലതാണ്. ഷുഗർ കുറയ്ക്കാനും നല്ലതാണ്. രോഗപ്രതിരോധ ശേഷിക്ക് വളരെ നല്ലതാണ്. ഇനി നമുക്ക് ഏത്തയ്ക്കയുടെ ഗുണങ്ങൾ കൂടി പറഞ്ഞു നിർത്താം. ഏത്തയ്ക്ക ഹൃദയാരോഗ്യത്തിന് വളരെ നല്ലതാണ്. ശരീരത്തിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ നല്ലതാണ്. ഡയബറ്റീസ് പേഷ്യൻറ്റിന് വളരെ നല്ലതാണ്. ഇനി നമുക്ക് അവിയൽ ഉണ്ടാക്കുന്നതിലേക്ക് കടക്കാം. ആദ്യം പച്ചക്കറി നീളത്തിൽ അരിഞ്ഞ് എടുത്ത് നമുക്ക് വെക്കാം. അരിഞ്ഞെടുത്ത പച്ചക്കറി നമുക്ക് ഉരുളിയിലേക്ക് മാറ്റി വയ്ക്കാം. ശേഷം പച്ചക്കറി വേകുന്നതിന് ആവശ്യമായ വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യമായ മഞ്ഞപ്പൊടിയും അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശേഷം ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ എന്നിട്ട് കല്ലുപ്പ് കലക്കിയ ഉപ്പാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഒരു അടപ്പ് കൊണ്ട് അത് അടച്ച് ഒരു 20 മിനിറ്റ് വേവിക്കാം. 20 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് എല്ലാം ഇളക്കി യോജിപ്പിക്കുക. ഇളക്കിയതിന് ശേഷം അതിലേക്ക് തയ്യാറാക്കി വച്ചിരുന്ന ചതച്ച തേങ്ങ ഇടുക. ചതച്ച തേങ്ങ മുകളിൽ ഒന്ന് മുഴുവനായി നിരത്തിയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കൂടി വേവിക്കുക. ശേഷം അതിലേക്ക് തയ്യാറാക്കി വെച്ചിരുന്ന വാളംപുളിയുടെ നീര് ചേർത്ത് കൊടുക്കുക. എല്ലാം മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഒരു 10 മിനിറ്റ് കൂടി അടച്ചു വെച്ച് വേവിക്കുക. കറിവേപ്പില, ജീരകം, തേങ്ങ, ചെറിയുള്ളി ഇത് ചതച്ചതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് അതിൽ ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കുക. ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ച് ഒന്ന് ചെറുതായി വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ അവിയൽ റെഡി. കഴിച്ച് നോക്കിയിട്ട് കമൻറ്റിൽ അഭിപ്രായം എഴുതുക. സ്വാദിഷ്ടമായ ഒരു സാമ്പാറുമായി അടുത്ത് തന്നെ വരുന്നതായിരിക്കും.